ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒരുപാട് നാളായി നമ്മളുടെ ചാനലിൽ വീഡിയോസ് വന്നിട്ടെന്ന് അറിയാം. നിങ്ങൾ ക്ഷമിക്കുക, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നില്ല. ഇന്ന് വന്നിട്ടുള്ളത് പ്രധാനമായിട്ട് ആ പുറകെ കിടക്കുന്ന ബീസ്റ്റ്, ഈ ഒരു വാഹനത്തിൻ്റെ ഒരു റിവ്യൂ, അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള കുറച്ച് വർക്കിൻ്റെ ഡീറ്റെയിൽ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് മോഡിഫിക്കേഷൻ വർക്കുകൾ ഒഫീഷ്യലായിട്ട് തന്നെ നമ്മളെ ചാനലിലൂടെ ഇനി ചെയ്ത് കൊടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പരിപാടികളൊന്നും ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓൺ ഓർഡർ നിങ്ങൾ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പക്കയായിട്ട് വണ്ടി സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി വന്ന് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കുക. ഇതാണ് നമ്മളുടെ മുതൽ. ഈ ഒരു വണ്ടീനെ നിങ്ങൾക്ക് ഭൂരിഭാഗം പേർക്കും പരിചയം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് കൊല്ലത്തുള്ള ആനന്ദേടൻ്റെ വണ്ടിയാണ്. മൂപ്പരൊരു ജിപ്സി ഓക്സ്ഫോർഡ് എന്നൊക്കെ പറയാൻ പറ്റും, അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അപ്പോൾ മൂപ്പര് നമ്മളെടുത്ത് തന്നു വിട്ടുള്ളത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വണ്ടി ഉണ്ടായി കിട്ടുമ്പോഴും ഏകദേശം ഇതേപോലെ തന്നെയാണ്, ഇപ്പോഴും ഇതേപോലെ തന്നെയാണ്. അത് ഈ ഒരു അഡീഷണൽ സെറ്റിങ്സ് ഒന്നും ഞാൻ ചെയ്തതല്ല, ഇതൊക്കെ മൂപ്പര് ചെയ്ത് തന്നെയാണ്. നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം ഞാനിതിൽ സ്പെസിഫൈഡ് ആയിട്ട് പറയാണ്ട്. ഫ്രണ്ട് നിന്ന് തന്നെ കണ്ടു തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ വരുമ്പോഴും ഈ ഒരു രീതിക്ക് തന്നെയാണ് വണ്ടി ഉണ്ടായിരുന്നത്, ഇപ്പോഴും ഇതാണ്. പക്ഷേ ഇതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്, ഇത് പ്രാഡിൻ്റെ ഓഫ് റോഡ് ബമ്പറാണ്. ഈ ഒരു ബമ്പർ സ്റ്റോക്ക് വരുന്നുള്ളത് ഈ ബുൾബാറും ഓഫ് റോഡ് ബമ്പറിൻ്റെ ഈ ഒരു ബമ്പറും ചേർന്നാണ് വരുന്നത്. നമ്മളതിനെ കട്ട് ചെയ്തതിന് ശേഷം ഇത് കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് രണ്ട് നെട്ട് ഇവിടെയും ഇവിടെ ഒരു വലിയ നെട്ടും വെച്ച് നമ്മൾ വെൽഡ് ചെയ്യാണ് ചെയ്തത്. ഇൻ കേസ് നമുക്കിത് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വണ്ടീനെ മറ്റൊരു ലുക്കിൽ ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബുൾബാറിൻ്റെ ഏരിയ ഈസി ആയിട്ട് ഊരിയെടുക്കാൻ സാധിക്കും. വണ്ടി രണ്ട് ഡിഫറെൻറ്റ് ലുക്കിലായിരിക്കും. ഇതിൻ്റെ സ്ട്രോങ്ങിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. കമ്പാരിറ്റീവ്ലി വെൽഡിങ്ങിനെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കും. എങ്കിലും 6 ബോൾട്ടിലാണ് ഈ ഒരു ബുൾബാർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബോൾട്ട് വരുന്നത്. ഇതാണ് നമ്മളുടെ ബുൾബാറിൽ ആദ്യം പറ്റിയിട്ടുള്ള മാറ്റം. പിന്നീട് നിങ്ങൾ ഈ ഒരു വണ്ടി കണ്ട് പരിചയമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു ഓയിൽ കൂളർ ഈ ഭാഗത്തായിട്ട് കണ്ട് പരിചയം ഉണ്ടാവും. ഇത് ഒരു പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ കൂളറാണ് വരുന്നത്. ഇത് കണ്ടോ, ഈ താഴ്ഭാഗത്തായിട്ട് പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിൽ കൂളറാണ്. ഈ ഒരു വാഹനം മെല്ലെ പോകുന്ന സമയത്ത് ഒരു ഓഫ് റോഡിനൊക്കെ പോകുമ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫ്ലൂയിഡ് ചൂടാവും. അതിനെ ഒരു പരിധി വരേക്കും നമുക്ക് കുറയ്ക്കാനായിട്ട് ഇതിനെ കൊണ്ട് സാധിക്കും. നമ്മളുടെ ഒരു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു പവർ സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഓയിൽ കൂളർ. ഇതേ രീതിക്കല്ല, ഇത് റാലി കാറിൻ്റെ പവർ സ്റ്റിയറിംഗ് കൂളറാണ്. ഇതല്ലാതെ കുറച്ചും കൂടി ചീപ്പായിട്ട് ചെയ്യുന്ന രീതിക്ക്. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണുക, നിങ്ങൾക്ക് നന്നായിട്ട് യൂസ് ആവും. കാരണം ഓഫ് റോഡ് പോകുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഓയിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി, നല്ല ചൂടുണ്ടായിരിക്കും. പിന്നീട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്യാമറയാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. സ്വിച്ചിലാണ് കൺട്രോൾ ചെയ്യുന്നത്. അതെല്ലാം ഞാൻ ഇൻറ്റീരിയറിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഫ്രണ്ട് ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് മൂപ്പര് തന്നെ ചെയ്തതാണ്. താഴ്ഭാഗത്തായിട്ട് 2 LED ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 2 ഹെല്ലയുടെ ഇലക്ട്രിക് ഹോൺ വരുന്നുണ്ട്. ഡി ഷാക്കിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്പർ പ്ലേറ്റ്, അതിൻ്റെ മുകളിലായിട്ട് 2 ഹാലജൻ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാലജൻ ലൈറ്റ് ഈ ഒരു ഭാഗത്ത് കൊടുക്കാൻ കാരണം ഇതിൻ്റെ ഹെഡ്ലൈറ്റ് രണ്ടും ഓസ്റാമിൻ്റെ LED ആണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെളിച്ചം ഈ ഓസ്റാമിൻ്റെ LED ഈ ഒരു റിഫ്ലക്ടറിൽ തരുന്നുണ്ട്. ഓസ്റാമിൻ്റെ തന്നെ പാർക്ക് ലൈറ്റും അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഫ്രണ്ടിൽ നിന്ന് നോക്കിയ ഒരൊറ്റ ലുക്കിൽ വണ്ടീൻ്റെ കാണാൻ സാധിക്കുന്നത്. പിന്നീട് നമുക്കിതിൻ്റെ എൻജിൻ റൂം കാണാം. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങളിത് തെളിങ്ങി കാണുന്ന രീതിക്ക് ഈ ഒരു ഹീറ്റ് ഷീൽഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് സൗണ്ട് ഡാമ്പിങ്ങും ഹീറ്റ് ഷീൽഡും ചേർത്തിട്ടാണ് ഈ ഒരു എൻജിൻ റൂമിലുള്ള ചൂട് മാക്സിമം ഫയർ വാളിൽ നിന്നും അതുപോലെ തന്നെ ബോണറ്റിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫയർ വാളിൽ ഒട്ടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയർ ടണലിൻ്റെ ഉൾഭാഗത്തും ഈ സെയിം രീതിക്ക് ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ എൻജിൻ്റെ ചൂട് യാതൊരുവിധ കാരണവശാലും നമ്മളുടെ ഡ്രൈവർ ക്യാബിനിലേക്ക് വരില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ AC പവർ ഒന്നും കൂടി കൂടുതലായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നോർമൽ ജിപ്സിക്ക് വരുന്ന എൻജിൻ തന്നെയാണ്. നമ്മൾ എൻജിൻ്റെ ഇതിലോ അല്ലെങ്കിൽ എൻജിൻ സ്പെസിഫിക്കേഷനിലോ ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലൈറ്റുകളെല്ലാം ആദ്യമേ ഉണ്ട് എന്നാണല്ലോ ഞാൻ പറഞ്ഞത്. അതിൻ്റെ വയറെല്ലാം ആകെ അലങ്കോലമായിട്ട് കിടക്കായിരുന്നു. നമ്മളതെല്ലാം ഒഴിവാക്കിയതിന് ശേഷം സ്റ്റോക്ക് വയറിങ് സ്റ്റോക്കായിട്ട് തന്നെ നിലനിർത്തി അതിലേക്ക് ഒരു തരത്തിലുള്ള ആൾട്രേഷനും ചെയ്യാതെ ഒരു സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു വയറിങ് കിറ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് കണ്ടോ, അതിന് ഫ്യൂസ് റിലേ കാര്യങ്ങളെല്ലാം ഈ സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൽ വരുന്ന ബാക്കിയുള്ള, അതായത് അഡീഷണൽ ആയിട്ടുള്ള ചെയ്തിട്ടുള്ള എല്ലാ ഇലക്ട്രിക്കിൻ്റെയും ഫ്യൂസാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ ക്യാപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ അതും കൂടി ഇട്ടാൽ ഈ ഭാഗം കംപ്ലീറ്റ് ആയി. അടുത്തായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വയറിങ്ങിൻ്റെ ഒരു മെയിൻ പാർട്ട്, അതായത് നമ്മളുടെ ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു മെയിൻ ഫ്യൂസിലേക്കാണ് വന്നിട്ടുള്ളത്.
നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവിടെ 110, 110, അതുപോലെ 50 ആംപിയർ, 50 ആംപിയർ, 40 ആംപിയർ, പിന്നെ 1-2 കുഞ്ഞി ഫ്യൂസുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്യൂസ് ബോക്സിൽ കയറിയതിന് ശേഷമാണ് വണ്ടിയുടെ ടോട്ടലായിട്ടുള്ള വയറിംഗ് കിറ്റിലേക്ക് വരുന്നത്. കമ്പനി വയറിംഗ് കിറ്റിൽ നിന്ന് ഇവിടെ മാത്രമാണ് ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിനൊരു അഡീഷണൽ ഫ്യൂസും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കമ്പനി വരുന്ന ഫ്യൂസ് തന്നെയാണ്. അത് 50 ആംപിയറിനെ മറ്റൊരു ഫ്യൂസിലേക്ക് കൺവേർട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം എന്താ നമ്മളിവിടെ വിഞ്ചിന് വേണ്ടിയിട്ടൊരു ടോട്ടൽ കട്ട് ഓഫ് സ്വിച്ച് കൂടി വെച്ചിട്ടുണ്ട്. ഈ ടോട്ടൽ കട്ട് ഓഫ് സ്വിച്ചിൻ്റെ മെച്ചം ഇത് നെഗറ്റീവും പോസിറ്റീവും ഒരേ ടൈമിൽ കട്ട് ചെയ്യാൻ സാധിക്കും. ഇതിൽ 2 ടെർമിനൽ വരുന്നുണ്ട്. എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടും അതുപോലെ ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടും. നമുക്കിതാ ഈ ഒരു ലിവർ തിരിച്ചു കഴിഞ്ഞാൽ ഇതിനെ ടോട്ടലായിട്ട് കട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ വണ്ടി ആൾറെഡി AC പവർ സ്റ്റിയറിംഗ് വണ്ടി തന്നെയാണ്. അടുത്തതായിട്ടുള്ള ഒരു പ്രധാന ഭാഗം അതാണ് ഈ ഒരു ചെറിയൊരു സിലിണ്ടർ പോലെ നിങ്ങൾ കാണുന്നത്. ഇത് അഡീഷണൽ ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റത്തെ ഒരു പെഡൽ മാത്രം നല്ലൊരു ബ്രേക്ക് ഉണ്ടായിരിക്കും. അതായത് സ്മൂത്തായിട്ട് അങ്ങ് താഴേക്ക് പോകും. അടുത്ത ആ ഒരു ബ്രേക്ക് എടുത്ത് വീണ്ടും ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കിൻ്റെ പെഡൽ ഹാർഡായിരിക്കും വണ്ടി ഓഫ് ആകുന്ന സമയത്ത്. അത് കയറ്റത്തോ അല്ലെങ്കിൽ ഇറക്കത്തോ വന്ന് പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു 2-3 പെഡലും കൂടി അല്ലെങ്കിൽ നമുക്കൊരു ഫുൾ സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു വാക്വം ചേമ്പറാണ്. ഈ ഒരു ചേമ്പറിൻ്റെ മെച്ചം എന്ന് പറഞ്ഞാൽ ഇത് 1 വേ വാൽവ് ഇട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഈ ഇറക്കത്തോ കയറ്റത്തോ വന്ന് വണ്ടി ഓഫായി കഴിഞ്ഞാലും ഒരു 3-4 പെഡൽ വരേക്കും ഇത് സ്മൂത്തായി, അതായത് ഹാർഡാവാതെ, ബ്രേക്ക് ഹാർഡാവാതെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. ഇത് നമ്മളിവിടെ ചെയ്ത് തന്നെയാണ്. ഈ ഒരു ക്യാന് ഇമ്പോർട്ടഡ് ആണ്. ഇതല്ലാതെ നമുക്ക് ഇവിടെ ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഇൻസ്റ്റാഗ്രാം വഴി വന്ന് നമ്മളോട് ഒന്ന് ചാറ്റ് ചെയ്താൽ മതി. നമുക്കതെല്ലാം ചെയ്തു കൊടുക്കാം. ഈ എൻജിൻ ഓഫ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ഓൺ ആവുന്ന രീതിക്ക് നമുക്ക് ഈ ഒരു വാക്വം പമ്പ് കൂടി വെച്ച് കഴിഞ്ഞാൽ ഇത് 4 പ്രാവശ്യമല്ല അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് പെഡൽ കിട്ടും. അപ്പോൾ വണ്ടി ഒന്നും കൂടി ഈസി ബ്രേക്കിംഗ് ആയിരിക്കും. അത് നമ്മളിതിൽ ചെയ്തിട്ടില്ല. ഇതിലാകെ ഒരു 3-4 വട്ടം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയുള്ള വർക്കിംഗ് മാത്രമേ നമ്മളിതിൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ മൂപ്പര് ഈ ഒരു വണ്ടി എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച് തന്നിട്ടുള്ളതാണ്. അതുമാത്രമല്ല എനിക്ക് പക്കയായിട്ട് പൈസേൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി ഒന്നിൻ്റെ ഒരു കാര്യത്തിലാണെങ്കിലും ഒരു ഡിലേ വരുത്തി തന്നില്ല. അറ്റ് എ ടൈം എല്ലാ കാര്യങ്ങളേക്കും സപ്പോർട്ടായിട്ട് ഫുൾ, അതായത് ഇതിൻ്റെ A to Z വർക്കിന് മൂപ്പരിനെ പക്കയായിട്ട് ഒഴിഞ്ഞു തന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ചെയ്യാൻ പറ്റാവുന്ന എല്ലാ തരത്തിലുള്ള വർക്കും ഞാൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. അത് മൂപ്പർ അങ്ങനെ ഒരു ഒഴിഞ്ഞ് തന്നത് എൻ്റെ ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. ഇനി സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടയറിനെ നോക്കാം. ടയർ കോണ്ടിനെൻ്റൽ ക്രോസ് കോണ്ടാക്റ്റിൻ്റെ 31 സൈസാണ്. നമ്മളെ വണ്ടിയിൽ കിടക്കുന്നത് ഇതിൻ്റെ നേരെ ചെറുതാണ്. ഇത് അത്യാവശ്യം നല്ല ഒരു റോഡ് ഗ്രിപ്പുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി സോഫ്റ്റ് ടയറാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള ആക്ഷൻസ് കാര്യങ്ങൾ കിട്ടും. പിന്നെ നമ്മുടെ ഓഫ് റോഡ് ഗാർഡാണിത്. ഈ ഒരു ഓഫ് റോഡ് ഗാർഡ് അല്ലെങ്കിൽ ഫുഡ് സ്റ്റെപ്പ്, ഇതിന് പല പേര് പറയുന്നുണ്ട്. അതുമ്പോൾ നമ്മൾ അഡീഷണലായിട്ട് 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് LED ലൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്പർ പ്ലേറ്റ് വരുന്ന ആ ഒരു ലൈറ്റാണ്. ഇതിൻ്റെ മെച്ചം എന്താ വെച്ചാൽ നമ്മളുടെ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ വലിപ്പം ബാക്കി സൈഡിൽ കൂടെ പോകുന്ന ഒരാൾക്ക് ഈസി ആയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കതിനെ കൊണ്ട് വണ്ടിയിൽ ബാക്കിയുള്ളവർ വന്ന് തട്ടിയിട്ടുള്ള ആക്സിഡൻസ് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് അവിടെ ഒരു ചെറിയൊരു ലൈറ്റ് കാണാൻ സാധിക്കും. അത് ഇൻഡിക്കേറ്ററിന് അതുപോലെ തന്നെ ഡോറ് തുറക്കുമ്പോഴും ഫ്ലാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും അതുപോലെ താഴ്ഭാഗത്തുനിന്ന് ഒന്ന് കണ്ണാൻ വേണ്ടിയിട്ടുള്ള ഒരിതാണ്. പിന്നെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ഭാഗത്തായിട്ട് ഓഫ് റോഡ് ബമ്പറാണ് വരുന്നത്. പ്രാഡത്തിൻ്റെ തന്നെ ഓഫ് റോഡ് ബമ്പറാണ് വരുന്നത്. നമ്മളതിൽ അഡീഷണലായിട്ടൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്പർ പ്ലേറ്റിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി, ഒന്ന് ഹിഞ്ചസിലാക്കിയിട്ടുണ്ട്. ഇത് ഹിഞ്ചസിൽ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വണ്ടി ഒരു ഡിപ്പിൽ ഇറങ്ങിയിട്ട് കയറുന്ന സമയത്ത് നമ്മളുടെ ഡിപ്പാർച്ചർ ആംഗിൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ മണ്ണിൽ നിന്ന് ഈ ബാക്ക് ഭാഗം തട്ടിയതാ ഇത്രയും വരേക്ക് ഈ നമ്പർ പ്ലേറ്റ് പൊങ്ങിക്കോളും. അത് പൊങ്ങി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ നമ്പർ പ്ലേറ്റിന് ആകെ വളച്ചു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്ക് ഭാഗത്തായിട്ട് ക്യാമറ ചെയ്തിട്ടുണ്ട്. അതുപോലെ പാർക്കിംഗ് സെൻസറുകളുണ്ട്. ബാക്കിൽ 2 ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഇത് ഹാലജൻ ഫോഗ് ലാമ്പാണ്. പിന്നെ ഇവിടെ ആയിട്ട് ടയറിൻ്റെ ഒരു എക്സ്ട്രാ മൗണ്ട് കൂടി കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ടയറിൻ്റെ വെയിറ്റ് കൂടി ഡോർ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വന്നെങ്കിൽ ഇരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. പിന്നെ ബാക്കിൽ ടോ ഹുക്കും ചെയ്തിട്ടുണ്ട്. ഈ ടോ ഹുക്കും ഇതൊന്നും നമ്മൾ ചെയ്തല്ല, അതൊക്കെ മൂപ്പർ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ എക്സ്ട്രാ ആയിട്ട് ഒരു എയർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഇതിൻ്റെ ഡീറ്റെയിൽ പാർട്ട് 1 നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ നമ്മളെ പഴയ വീഡിയോസിലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ താഴെയും കൂടി ആഡ് ചെയ്യാം. നമുക്ക് ഈ ഒരു വർക്ക് ഇനി ഒഫീഷ്യലായിട്ട് തന്നെ ചെയ്തു തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ വാഹനം അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജിപ്സി, ബാക്കിയുള്ളത് ഞാൻ അത്രത്തോളം പറയുന്നില്ല. ജിപ്സിൽ നിങ്ങൾക്ക് എന്ത് മോഡിഫിക്കേഷൻ വേണം അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി എന്ത് കാര്യങ്ങൾ വേണോ നിങ്ങൾ ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. ഇപ്പോൾ കുറച്ച് കാലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതുകൊണ്ട് പക്കയായിട്ട് ചെയ്യാമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. അടുത്തൊരു പാർട്ടിൽ ജിപ്സിനെ മാക്സിമം കംഫർട്ട് ആക്കാനുള്ള വഴികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ എന്തായാലും നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു രീതിയും കൂടി വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഓർഡർ ചെയ്യാം. ഓർഡർ ചെയ്താൽ മാത്രമേ നമുക്ക് ചെയ്തു തരാൻ കഴിയുള്ളൂ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വർക്കല്ല അത്. എന്തായാലും നിങ്ങൾ അടുത്തൊരു പാർട്ട് വരേക്കും വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതുവരേക്കും